ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ദിവസം എങ്ങനെ ഒരു മനോഹരമായ ഉന്മേഷം നിറഞ്ഞ ദിവസമാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണോ അത് നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നിർണ്ണയിക്കുന്നു അല്ലേ? അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ ദിവസം പോസിറ്റീവായി, സന്തോഷത്തോടെ, നല്ല ഉദ്ദേശത്തോടെ എങ്ങനെ ആരംഭിക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷെ അലാറം അടിക്കുമ്പോൾ ബെഡിൽ നിന്നും ചാടി എണീറ്റ് അയ്യോ നേരമായല്ലോ, അത് ചെയ്യണം, അവിടെ പോകണം, ഇത്രയും ജോലികൾ തീർക്കാനൊക്കെ ഉണ്ടല്ലോ എന്നോർത്ത് നേരെ ടെൻഷനിലേക്കും തിരക്കുകളിലേക്കും ഓടി മറിയുകയാണോ പതിവ്? സത്യം പറഞ്ഞാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ്. ഒരു മിനിറ്റ് അങ്ങനെ വെപ്രാളപ്പെട്ട് ഓടാതെ ഒരു നിമിഷം കണ്ണടച്ച് ദീർഘമായി ഒരു ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടു നോക്കൂ. മനസ്സിലൊരു ഭാരമുള്ളതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് ഇറക്കി വെച്ചേക്കുക. എന്താണെന്നോ, ഈ ലോകത്തിലെ സകല സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് പതിവ്. ഈ ഒരു നിമിഷം നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തലച്ചോറിനെയും ഒരുമിപ്പിക്കാൻ സഹായിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാകും, പക്ഷേ തിരക്കിനിടയിൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ? ഒരു സാധാരണ ദിവസം വെറും ഒരു സാധാരണ ദിവസമാക്കി മാറ്റണോ അതോ അത്ഭുതകരമായ ഒരു ദിവസമാക്കി മാറ്റണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല. അതെ, ഓരോ ദിവസവും എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറിന് പോസിറ്റീവ് എനർജി കൊടുക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഈ സമയം വിനിയോഗിക്കാം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്? രാവിലെ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി കിട്ടിയ സന്തോഷമാവാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളോട് ഒരു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതാവാം, അല്ലെങ്കിൽ ഇന്നലത്തെ പരീക്ഷയിൽ ജയിച്ചല്ലോ തോറ്റില്ലല്ലോ എന്ന സന്തോഷമാവാം. അങ്ങനെയല്ല, ഞാൻ ഇത് തമാശ പറഞ്ഞാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നല്ലത്? ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വീട്, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടത്തിൽ വിരിഞ്ഞൊരു പൂവ്. ചെറുതോ വലുതോ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നിറഞ്ഞിരിക്കുന്നു. ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. കാരണം ഈ ചെറിയ സന്തോഷങ്ങൾക്കാണ് വലിയ വലിയ എനർജി നൽകാനുള്ള കഴിവ്. നമ്മുടെ ദിവസം എപ്പോഴും ഒരു ലക്ഷ്യബോധത്തോടെ ആരംഭിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെ കണ്ണാടി നോക്കി സ്വയം പറയൂ, ഇന്ന് ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കും. അതായത് പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടാതെ, ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിക്കാതെ, ഇപ്പോൾ ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ഇരിക്കും. രണ്ടാമത്തേത്, ഇന്ന് ഞാൻ ദയയുള്ളവനായിരിക്കും. അതായത് ചുറ്റുമുള്ളവരോട്, നമ്മളോട് തന്നെയും സ്നേഹവും ദയയും കാണിക്കുക. മൂന്നാമത്തേത്, മറ്റുള്ളവരിൽ നിന്നും ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനൊരു മാതൃകയായിരിക്കും ഞാൻ. അതായത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ ആദ്യം പെരുമാറുക. നാലാമത്തേത്, ഇന്ന് ഓരോ നിമിഷത്തിലും ഞാൻ എൻ്റെ 100% കൊടുക്കും. അതായത് എന്ത് ജോലിയായാലും ചെറുതായാലും വലുതായാലും അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നത്. അപ്പോൾ രാവിലെ കണ്ണാടി നോക്കി പറയാനുള്ള അഫർമേഷൻസ് ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത്, ഇന്ന് ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കും. രണ്ടാമത്തേത്, ഇന്ന് ഞാൻ ദയയുള്ളവനായിരിക്കും. മൂന്നാമത്തേത്, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനൊരു മാതൃകയായിരിക്കും ഞാൻ. നാലാമത്തേത്, ഇന്ന് ഓരോ നിമിഷത്തിലും ഞാൻ എൻ്റെ 100% കൊടുക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഫിലോസഫി ആണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ
ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം നമ്മുടെ ശ്രദ്ധ നമ്മൾ എവിടെയാണോ കേന്ദ്രീകരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കാണാൻ സാധിക്കുക. നമ്മൾ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് ചുറ്റും നല്ല കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. നേരെ തിരിച്ചാണെങ്കിലോ സമ്മർദ്ദങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ സമ്മർദ്ദങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായി മാറും. ഇനി നിങ്ങൾക്ക് ശരിക്കും സന്തോഷമുള്ള ഒരാളായി ജീവിക്കണമെങ്കിൽ അതിനൊരു ചെറിയ രഹസ്യമുണ്ട്. കിട്ടുന്നതിനെല്ലാം ഓർത്ത് ഓർത്ത് നന്ദി പറയാൻ പഠിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരാണ്. എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് നന്ദി, നല്ല ഭക്ഷണം കഴിക്കാൻ സാധിച്ചതിന് നന്ദി, നല്ലൊരു വീടുള്ളതിന് നന്ദി, നല്ല സുഹൃത്തുക്കളുള്ളതിന് നന്ദി. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ പഠിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടായ നല്ല കാര്യങ്ങളെ ഓർത്ത് മനസ്സിൽ നന്ദി പറയുക. ഇന്നത്തെ ദിവസം ഒരു ഉഗ്രൻ ദിവസമായിരിക്കുമെന്ന് ഉറപ്പിക്കുക. ഇനി നിങ്ങളുടെ മനസ്സിന് നല്ല ഭക്ഷണം നൽകുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നെഗറ്റീവ് വാർത്തകൾ കേൾക്കാതെ പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ നല്ല പാട്ടുകൾ കേൾക്കുകയോ യൂട്യൂബിലെ നല്ല വീഡിയോസ് കാണുകയോ ചെയ്യാം. നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും വളർത്തുന്ന എന്തെങ്കിലും തിരഞ്ഞെടുക്കുക. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഇതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചെത്തും. അങ്ങനെയാണെങ്കിൽ നല്ല ചിന്തകളോടെയും പോസിറ്റീവായും ദിവസം തുടങ്ങിയാൽ നല്ല കാര്യങ്ങൾ നമ്മളെ തേടിയെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരേ ഒരു ജോലി എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം തോന്നുക എന്നതാണ്. സ്വയം ചോദിക്കൂ, എനിക്കിന്ന് എങ്ങനെ സന്തോഷവാനായിരിക്കാൻ കഴിയും? എനിക്കിന്ന് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും? മറ്റുള്ളവർക്ക് എങ്ങനെ സന്തോഷം നൽകാൻ എനിക്ക് കഴിയും എന്നൊക്കെ. നിങ്ങളുടെ ചുറ്റുമുള്ള അത്ഭുതങ്ങളിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കൂ. ഞാൻ ഉറപ്പുവരുന്നു നിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങളെ കാണാതെ പോയിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ മനസ്സിലെ സമ്മർദ്ദങ്ങളിലും ബഹളങ്ങളിലും നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം. ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്. ഒരു പുതിയ വൃത്തിയുള്ള ക്യാൻവാസ് പോലെ. ആ ക്യാൻവാസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം. എന്ത് സംഭവിച്ചാലും ആ ചിത്രത്തിന്റെ ആർട്ടിസ്റ്റ് നിങ്ങളാണ്. നിങ്ങൾ വരയ്ക്കുന്ന ഓരോ വരയിലും നിറങ്ങൾ ചേർക്കുക, സന്തോഷം ചേർക്കുക, ജീവിതം ചേർക്കുക. ആ ക്യാൻവാസിൽ ഒന്നും ബാക്കി വെക്കരുത്, എല്ലാം വരച്ചു തീർക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ സ്വയം ചോദിക്കുക, ഇന്ന് എന്താണ് ശരിക്കും പ്രധാനപ്പെട്ടത്? എല്ലാ കാര്യങ്ങളും തീർക്കാനുള്ള സമ്മർദ്ദത്തിൽ ഓടി നടക്കണോ, അതോ ഈ നിമിഷം ആസ്വദിച്ച് ദിവസം മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന്. നിങ്ങളുടെ ദിവസത്തിന്റെ താളം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല കാര്യം, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. ഏത് സാഹചര്യത്തോടും പോസിറ്റീവായി പ്രതികരിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ ഓരോ നിമിഷത്തിലും സന്നിഹിതരായിരിക്കുമോ? അതായത് പൂർണ്ണ ശ്രദ്ധയോടെ ആ നിമിഷത്തിൽ ജീവിക്കുമോ? നിങ്ങൾ നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമോ? ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ ഒരു വഴി കണ്ടെത്തുമോ? നിങ്ങളുടെ സ്വന്തം കഥ നിങ്ങൾ എഴുതുവോ, അതോ ജീവിതം അത് നിങ്ങൾക്കായി എഴുതാൻ അനുവദിക്കുമോ? ഇതൊരു ചെറിയ ചിന്തയാണ്, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്